നന്മ നിറഞ്ഞോരമ്മേ നീ വാഴ്ക, സ്ത്രീകളിൽ ധന്യേ നീ വാഴ്ക. ഇന്ന് ആഗോള കത്തോലിക്ക സഭ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഉത്ഭവത്തിൽ തന്നെ അമലമായി അവൾ ജീവിച്ചു. അതായത് ജനനത്തിൽ തന്നെ പാപമില്ലാതെ അവൾ ജീവിച്ചു. അത് ദൈവത്തിൻ്റെ ഇനിഷ്യേറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക കൃപ അവളുടെ മേൽ ജനനത്തിനുണ്ടായിരുന്നു. പക്ഷെ അതിൽ കാര്യമായില്ലല്ലോ. വളരുമ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് കൂടി കാര്യമാണല്ലോ. വളരുമ്പോൾ അത് അവളുടെ നന്മയായിരുന്നു. അവൾ പാപമില്ലാതെ ജീവിച്ചു. ജനനത്തിൽ പാപമില്ലാത്ത ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് ആയിരുന്നപ്പോൾ വളരുമ്പോൾ പാപമില്ലാതെ ജീവിച്ചത് അവൾ ദൈവത്തോട് കാണിച്ച വിശ്വസ്തതയാണ്, സത്യസന്ധതയായിരുന്നു. അങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ച ഒരു പെൺകുട്ടിയാണ് മറിയം. ആ മറിയത്തിനാണ് ദൂതൻ പ്രത്യക്ഷപ്പെട്ട വചനം നമ്മളൊന്ന് വായിക്കുന്നത്. ദൂതൻ പ്രത്യക്ഷപ്പെട്ട് കർത്താവ് നിന്നോട് കൂടെ എന്നൊക്കെ പറയുമ്പോൾ അവൾ സ്വാഭാവികമായിട്ട് സംശയം, ഇതെങ്ങനെ സംഭവിക്കും? ഈ അഭിമാനത്തിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ദൂതൻ അവൾക്ക് പറഞ്ഞ ആദ്യ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. നീ പേടിക്കല്ലേ, ഭയപ്പെടേണ്ട, നീ പേടിക്കാതെ. ആ ഒരു വാക്ക് പിന്നീട് ബാക്കിയുള്ള എല്ലാ വാക്കിനെയും ധൈര്യം കൊടുക്കുന്നതാണ്. സ്വർഗത്തിൽ നൽകിയൊരു ഉറപ്പാണ്, നീ പേടിക്കരുത്. കാര്യം ഇനി സംഭവിക്കാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ട് നീ പേടിക്കരുത്. പിന്നീട് ഒട്ടും മനസ്സിലാകാത്ത ഒത്തിരി കാര്യങ്ങൾ ദൂതൻ പറയും. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു. അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. പിതാവായ ദാവീദിന് സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. ഇങ്ങനെ മനസ്സിലാകാത്ത ഒത്തിരി കാര്യങ്ങൾ ദൂതൻ പറയും. ഇതൊക്കെ പെട്ടെന്ന് കോർത്തിണക്കി ചിന്തിച്ചു കൂട്ടി അതിനെ സംഗ്രഹിച്ചെടുക്കാൻ പോലും അവളെ കൊണ്ട് പറ്റിക്കാണില്ല. പക്ഷെ അവൾ ആദ്യത്തെ ആ വാക്കിൽ സ്ട്രക്കായി. പേടിക്കല്ലേ, കൂടെയുണ്ട്. സ്വർഗം കൂടെയുള്ള ഒരു പെൺകുട്ടിക്ക് പിന്നീട് ഈ ഭൂമിയിൽ എന്ത് സംഭവിച്ചാലും അവൾ പേടിക്കില്ല. അതാണ് കുരിശിൻ്റെ അവസാനം വരെ നമ്മൾ കണ്ടത്. അവൾ പേടിച്ചിട്ടില്ല, പേടിക്കാൻ ഇടവന്നിട്ടില്ല. സ്നേഹമുള്ളവരെ, ഈ ആഗമനകാലം നമുക്ക് ഓരോരുത്തർക്ക് നൽകുന്ന ഓർമ്മപ്പെടുത്തൽ ഇതാണ്: പേടിക്കരുത്. ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കാനാണ് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത്. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി പൂർത്തീകരിക്കുന്നത് ഏറ്റവും സങ്കടകരമായ ചില ഇടപെടലിലൂടെ ആയിരിക്കും, മനസ്സിലാകാത്ത ചില അനുഭവങ്ങളിലൂടെ ആയിരിക്കും. ഒന്നും മനസ്സിലാകാത്ത ചില അനുഭവങ്ങൾ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴും മറിയത്തെപ്പോലെ നമ്മളും ചിലപ്പോൾ ഇതെന്താണ് ഈ സംഭവിക്കുന്നതെന്ന് ചോദിച്ച് മറുചോദ്യം ചോദിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഓർത്തെടുക്കേണ്ട ഒരു വാക്കിതാണ്: ഭയപ്പെടേണ്ട. ഒന്നും ദൈവം അറിയാതെ സംഭവിക്കില്ല. നിങ്ങളുടെ വിശ്വസ്തതയ്ക്ക് മുമ്പിൽ, നിങ്ങളുടെ സത്യസന്ധതയ്ക്ക് മുമ്പിൽ ദൈവം കൃപ ചൊരിയും. ആ കൃപ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കായൽ തിരതാളമിടുന്നൊരു വീഥികളേറ്റുപാടി സുന്ദര സുദിനം ആനന്ദ നിമിഷം. കായൽ തിരതാളമിടുന്നൊരു വീഥികളേറ്റുപാടി സുന്ദര സുദിനം ആനന്ദ നിമിഷം. തപ്പുകൾ കൊട്ടി തമ്പുരുമീട്ടി സാദരമിന്ന് സ്വാഗതമോദാം. തപ്പുകൾ കൊട്ടി തമ്പുരുമീട്ടി അജപാലകന് സ്വാഗതമോദാം. നന്മ നിറഞ്ഞോരമ്മേ നീ വാഴ്ക, സ്ത്രീകളിൽ ധന്യേ നീ വാഴ്ക. നന്മ നിറഞ്ഞോരമ്മേ നീ വാഴ്ക, സ്ത്രീകളിൽ ധന്യേ നീ വാഴ്ക. കായൽ തിരതാളമിടുന്നൊരു വീഥികളേറ്റുപാടി സുന്ദര സുദിനം ആനന്ദ നിമിഷം. മെഴുകുതിരി പോലെ ഉരുകിത്തീർന്നൊരു ജീവിതമാണേ നിൻ മുൻപിൽ. മെഴുകുതിരി പോലെ ഉരുകിത്തീർന്നൊരു ജീവിതമാണേ നിൻ മുൻപിൽ. മഞ്ഞായി മഴയായി മഴവില്ലഴകായി പെയ്തിറങ്ങൂ മാതാവേ. മഞ്ഞായി മഴവില്ലഴകായി പെയ്തിറങ്ങൂ
പെരുമണിനു കാവലായി. മതസൗഹാർദ്ര കിരണം ചാർത്തും പെരുമണിനു കാവലായി. വാണരുളുന്നൊരു മാതാവു നീ, അമല മനോഹരി കന്യാംബ. വാണരുളുന്നൊരു മാതാവ് നീ, അമല മനോഹരി കന്യാംബ. കായൽ തിരതാളമിടുന്നൊരു വീഥികളേറ്റുപാടി സുന്ദര സുദിനം ആനന്ദ നിമിഷം. കായൽ തിരതാളമിടുന്നൊരു വീഥികളേറ്റുപാടി സുന്ദര സുദിനം ആനന്ദ നിമിഷം. തപ്പുകൾ കൊട്ടി തമ്പുരുമീട്ടി സാദരമിന്ന് സ്വാഗതമോദാം. തപ്പുകൾ കൊട്ടി തമ്പുരുമീട്ടി അജപാലകന് സ്വാഗതമോദാം. നന്മ നിറഞ്ഞോരമ്മേ നീ വാ.